ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായി നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വരുന്നത്. വളരെ കാലങ്ങളായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് അതിനെല്ലാത്തിനും ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അത്രക്ക് റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ചാനൽ ഇനി മുന്നോട്ട് പോവോ അതോ ഇവിടെ വെച്ച് നിർത്തുമോ? കമന്റ്സിലൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ആംബിഗ്യസ്നെസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതായത് പിന്നെ വളരെ മോശമായിട്ട് വളരെ ഭയങ്കര ദേഷ്യത്തോടെ ഒരുപാട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. അതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെ വെച്ചാൽ അവരിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇട്ട് ഇങ്ങനെ അവരെ മോഹിപ്പിക്കാതെ മൊത്തത്തിൽ ഇങ്ങനെ തന്നൂടെ വീഡിയോ ഇട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് പോടെ, അങ്ങനെയൊക്കെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള. അപ്പോ അതിനൊരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ. നമ്മൾ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലേ, കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി. പക്ഷെ ഒരു 5-6 മാസമായിട്ട് പറ്റുന്നില്ല. അപ്പോ ഇന്നത്തെ അതിന്റെ ഇടയിൽ പോഡ്കാസ്റ്റിന്റെ കുത്തൊഴുക്കുകൾ, അല്ലേ, കേരളം ഫുള്ള് പോഡ്കാസ്റ്റുകൾ കൊണ്ട് നിറയുന്നു. ശരിയാണ്. ഇനിയൊരു പോഡ്കാസ്റ്റിന് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈ പണയിലുള്ള പോഡ്കാസ്റ്റ് ഒക്കെ അതിനിടയിൽ മുങ്ങിപ്പോവും. ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു, അല്ലേ. കുറെ പോഡ്കാസ്റ്റാ, കുറെ പേര് എടുത്ത് മിക്കവാറും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പോഡ്കാസ്റ്റ്. ശ്രീകാന്ത് വെട്ടിയാര്, സുജിത് ഭക്തൻ, സുജിത് ഭക്തൻ, അത് പണ്ടേ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ കുറച്ച് റെഗുലർ ആയി തുടങ്ങി ഇടയ്ക്കാണ്. പിന്നെ മാഹിൻ മച്ചാൻ തുടങ്ങി, പിന്നെ കാർത്തിക് തുടങ്ങി. എല്ലാരും വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോകുന്നു. നമ്മൾ വെറ്ററൻസിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിന്നു. അപ്പൊ നമുക്കൊരു ആശയം തോന്നി. അതായത് ഇനി ഇങ്ങനെ ഇരിക്കണോ അതോ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? മൂക്കിൽ പല്ല് വരാറായി. അതുകൊണ്ട് ഉല്ലാസ് നീ പറയടാ. നമ്മളെന്താണ് പറയാൻ വരുന്നത് ഇപ്പോൾ? അതെ, നമ്മൾ പറയാൻ വരുന്നത് വെച്ചാൽ നമ്മളെ ഈ നമ്മള് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാറില്ലല്ലോ. അതായത് ഫ്രീക്വൻസി കുറവ്, കൺസിസ്റ്റന്റ് ആവാനുള്ള ഒരു തീരുമാനം. അതെ, നമ്മള് ചെന്നൈ പോയതിനു ശേഷം പിന്നെ അങ്ങനെ റെഗുലർ ആയിട്ട് ഒരു വീഡിയോ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല. അപ്പൊ ആൾക്കാർക്ക് ആ ഒരു സീരീസ് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്, ഇനി ഒരു കുറച്ചൊന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കും. അപ്പോ നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ദയനീയം. അതെ, വളരെ ദയനീയമാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചാനൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ പേര്, ഒരു 10 പേര് കൂടുതലുള്ള ഒരു ടീമായിട്ടാണ് നമ്മള് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. 10 പേരുടെ പേര് പറയും. കണ്ണൂർ മോക്ടെയിൽ തൊട്ട് തുടങ്ങി. 10 പേരുണ്ട്, 4 പേര് ഇപ്പൊ 4 പേരില്ലേ? അതന്നെ, ഒരു വലിയൊരു ടീമായിരുന്നു നമ്മള് ഇത് തുടങ്ങി, ചാനൽ തുടങ്ങിയ കവർ പിക്കിലുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോ ഇങ്ങനെ ആളെണ്ണം കുറഞ്ഞ് അല്ല, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വിചാരിച്ചു വെച്ചിരിക്കണം ഇന്റർലെസ് പോഡ്കാസ്റ്റ് നിർത്തിയപ്പോ ഒരു പുതിയൊരു ചാനൽ തുടങ്ങി. അങ്ങനെയല്ല, നമ്മൾ അതിനു മുമ്പ് ഇന്റർലെസ് പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഈ ചാനൽ പരിപാടി തുടങ്ങിയായിരുന്നു. അപ്പോഴേ ഉണ്ടായിരുന്നു, അല്ലാതെ അത് നിർത്തിയിട്ട് ഇത് തുടങ്ങിയതല്ല പുതിയതായിട്ട്. ആ സമയത്ത് നമ്മള് എനിക്ക് മാസത്തിൽ 1-2 വീഡിയോസ് വെച്ചൊക്കെ ഇടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തീർന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങി. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കുക്കിങ്ങും പരിപാടികളൊക്കെ ആദ്യമേ ഇഷ്ടപ്പെട്ടു തുടങ്ങിട്ടോ. തമാശ കലർന്ന കുക്കിംഗ്. അതെ, നമ്മുടെ മണ്ടത്തരങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ശ്രീകാന്തിന്റെ കുക്കിങ്ങിന് വളരെയധികം ഒരു ഫാൻസ് ഉണ്ടായിരുന്നു. കാര്യം അവിടെ നിന്ന് ചുമ്മാ ഇരിക്കും, അപ്പൊ എന്തേലും പറയട്ടെ, അനങ്ങൂ പ്ലീസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നീട് ഈ പറയുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു വീഡിയോ വരുമ്പോ ഒരു ഇഷ്ടമായിരുന്നു, അല്ലേ? സ്വയം വല്ലാണ്ട് പോകുന്നു. അങ്ങനെ വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും തിരക്കുകളായി. പിന്നെ ഫാമിലി ടൈമിന് ഇമ്പോർട്ടൻസ് ആൾക്കാർ കൊടുത്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇടുന്നതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു തുടങ്ങി. അത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ കല്യാണം കഴിക്കാത്ത 4 പേര് മാത്രമേ, ബാക്കി എല്ലാരും ബിസിയാണ്. ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ബാച്ചിലേഴ്സിന് അത് ഇഷ്ടപ്പെട്ടു. അല്ല, നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 പേര് 5 പേരൊക്കെ കാണും. നമ്മൾ വിചാരിച്ച് ഫുൾ ടീം വരട്ടെ, ചിലപ്പോൾ ഒരു 6 പേര് അല്ലെങ്കിൽ 7 പേര് വരുമ്പോൾ തുടങ്ങാന്ന് പറഞ്ഞ്
എടുക്കാത്ത കുറെ ദിവസങ്ങളുണ്ട്. നമ്മൾ ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കും, എന്നിട്ട് പോകും. അപ്പം അങ്ങനെ ഇനി നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. അല്ല, നമ്മൾ ട്രൈയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു അരുണൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ ചിക്കനൊക്കെ അങ്ങനെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പറ്റണില്ല. കാര്യം തിരക്കുകളുണ്ട് എല്ലാവർക്കും. പിന്നെ വേറൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാരും കൂടെ വരുമ്പോഴും വീഡിയോ മാത്രമല്ല, ഒരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ് നമുക്ക്, അല്ലേ? അല്ല, ഒരു കുറച്ചും കൂടി എനർജി കൂടും. അത് തന്നെ, കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കാര്യം പറഞ്ഞു ഒരു രസവും കൂടെയാണ് വീഡിയോക്ക്, അല്ലേ? അല്ല, അത് സത്യമാണ്. അത് ഇപ്പൊ നമ്മൾ ഇവിടെ വരുന്നത് പോലും അങ്ങനെ സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിക്കാണ്, അല്ലാതെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനല്ല ആരും വരുന്നത്. കാര്യം കിട്ടാറില്ല. പിന്നെ അതുപോലെ നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഫ്രെയിം ചെയ്ത് ചെയ്യണത് കുറവല്ലേ. കാര്യം നമ്മളിപ്പോ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവിടെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യും, അപ്പൊ അതിൻ്റെ കൂടെ അങ്ങ് എടുക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി വീണ്ടും വീണ്ടും ചേക്കണത് കുറവാണ്. എടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കുറവാണ്. സിംഗിൾ ഷോ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ. അതിനുശേഷം പിന്നെ നമ്മള് കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ വീഡിയോ അത് നല്ലൊരു വീഡിയോ ആയിരുന്നെങ്കിൽ കൂടി നമ്മളെ അങ്ങ് നമ്മളെ അങ്ങ് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടാണ് ഇതിന് മുന്നേ ഇങ്ങനെ ഇതെന്തുണ്ട് ആൾക്കാർ ഇവിടെ ചെയ്യണില്ല എന്നുള്ള സാധനം ഇങ്ങനെ ആലോചിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇതിലെ ഉള്ളിലെ ചതി പിന്നീടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് റീജിയണൽ ആയിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റവന്യൂ വരൂല. ഇല്ലെങ്കിൽ അമ്മാതിരി സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ വേണം. ഈ മറ്റേ അവർക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ വലിയ വിസിബിലിറ്റി കിട്ടുമല്ലോ, അതും കൂടെ ഉണ്ട്. അല്ലടാ, സ്പോൺസർ ഉണ്ടെങ്കിൽ വലിയ സ്പോൺസർ 2-3 പേരുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സ്പോൺസർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ സ്ക്വിഡ് ഗെയിമോട് കൂടി നമ്മൾ ബാങ്ക്രപ്റ്റിന്റെ വഴിയിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്തു. അതെ, അത് സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ പോയി, ചെന്നൈ പോയി നമ്മൾ കഷ്ടപ്പെട്ടു. ദാസനും വിജയനും ചെന്നൈയിൽ പോയാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അത് കണ്ടിട്ട് ദാസനും ഇവനും കൂടി പോയി. പക്ഷെ ക്ലൈമറ്റ് വ്യത്യാസമായിരുന്നു. ക്ലൈമറ്റ് അവര് പോയ ക്ലൈമറ്റ് അല്ലായിരുന്നു. 40 ഡിഗ്രി ചൂടെന്ന് പറയുമ്പോഴേ നമ്മള് നിക്കുമ്പം തന്നെ വെളിയിൽ ഇറങ്ങാ, അല്ലേ? വെളിയിൽ ഇറങ്ങിയാ പൊള്ളും, അതാണ് അവസ്ഥ. സത്യമായിട്ടും ഗൾഫിലുള്ളവരൊക്കെ ഉല്ലാസ് ആദ്യമൊന്നും മറ്റേ ഇത് തേക്കൂല. എങ്ങനെയാണ്? ഞാൻ ഇതൊന്നും തേക്കാറില്ല. ആരൊക്കെ പറഞ്ഞു സൺസ്ക്രീൻ ഒന്നും തേച്ചുകൂടെന്ന്. ഞാൻ ഇതൊന്നും തേക്കൂല. സൺസ്ക്രീൻ തേക്കടാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അത് സംഭവം കണ്ണാടി നോക്കി അത് സംഭവം എന്തെന്ന് വെച്ചാൽ ഏതാ സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ച് എന്നെ പേടിപ്പിച്ച്, നിങ്ങളാണ് അത് കേൾപ്പിച്ചു തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടാതെ പുറത്തിറങ്ങരുത്, ബേൺ ആവും, അതാവും ഇതാവും. പിന്നെ നട്ടുച്ചക്ക് നിനക്കെന്തോ വായിൽ ഇങ്ങനെ പൊരിപ്പൊക്കെ വന്നു ഇതൊക്കെ പറഞ്ഞു. ശരിയല്ലേ? ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. ചുണ്ടൊക്കെ മറ്റേ ഇത് ഉല്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറയുമ്പോ ഇതൊക്കെ എന്തിന് മറ്റേ സുരാജ് പറയും അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണാടി നോക്കി അത് ഇടണം കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ ഒരു ബഹളമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മള് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നീട് ഒന്ന് അവിടെ പോയപ്പോ യുദ്ധവും, അല്ലേ? എന്തൊക്കെ ബഹളമായിരുന്നു. ഇന്ത്യ പാകിന്റെ യുദ്ധമൊക്കെ വന്ന് അതിന്റെ പേടിയും കൂടെ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വന്നതെന്നുണ്ടെങ്കിൽ പറയാം. തന്നെ അന്ന് രാത്രി നമ്മള് ട്രെയിനൊക്കെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. ഇവൻ പറഞ്ഞ് ട്രെയിൻ പിടിച്ചിടുവന്നു. ചെന്നൈ അല്ലേ, ചെന്നൈന്ന് ഇങ്ങോട്ടൊരു വലിയ പാടൊന്നുമില്ല, വലിയ ദൂരവും ഇല്ല. ട്രെയിനുകളെല്ലാം ഇനി നേരെ മറ്റേ യുദ്ധസ്ഥലത്തേക്കാണ് ഒരിതുണ്ടായിരുന്നു അന്ന് ബോംബൊക്കെ ഇട്ടപ്പോ നമ്മള് പേടിച്ചു. അത് മെയിൻ ഒരു സാധനമാണ് ഈ ന്യൂസുകാര് അമ്മാതിരി സാധനമാണ് ഇട്ടൊന്ന്. എന്നിട്ട് വിമാനത്താവളങ്ങൾ കുറച്ചൊക്കെ അടച്ചു, അത് അവിടെ ഉള്ള സൈഡിലൊക്കെ അടച്ചു. നമ്മള് വേറൊരു നാട്ടിൽ പോയി നിന്ന് ഈ കഥയൊക്കെ കേൾക്കുമ്പോ നമ്മൾ പേടിക്കൂലേ, സ്വാഭാവികമാണ്. തമിഴ്നാടായിരുന്നു ആണെന്ന് പറ. ചെറുതായിട്ട് പേടിച്ചു ഞാൻ പേടിച്ചില്ല. പിന്നെ നമ്മളങ്ങനെ അതിനുശേഷം പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് ആയിരുന്നു. പിന്നീട് ഇടയ്ക്ക് നമ്മളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി. നല്ല പിന്നെ അതിന് മുമ്പ് ഇത് ഇന്റർവ്യൂ നമ്മള്, അത് ആൾക്കാർക്ക് ഒരു ആശ്വാസമായിരുന്നു. ഇന്റർവ്യൂ നമ്മൾ നേരത്തെ എടുത്തില്ല, എടുത്താണ്. 1.5 മാസം കഴിഞ്ഞാൽ പോണതിന് മുന്നേ എടുത്തതാ. അപ്പൊ അങ്ങനെ അത് പക്ഷെ ഇന്റർവ്യൂ നമ്മള് ടൈറ്റിലും തംബ്നെയിലും നമ്മള് വിയോജിക്കുന്നു കേട്ടോ. അത് അവര് നമ്മളെ ക്ലിക്ക് ബൈറ്റ് ആക്കി കളഞ്ഞു.
അത് ഭയങ്കര മോശം. വളരെ മോശം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടുമില്ല. ഇല്ല ഇല്ല. പിന്നെ ഇത് തന്നെ എടുത്തിടേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടൂലായിരുന്നു. അതിൽ നമ്മൾ ഡീസെന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ഗസ്റ്റ് വന്നാലും നമ്മള് അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല, ഇനി ചെയ്യാതെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് അത് കൂട്ടി പോയത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പിൽ സ്കോർ അടിച്ചതേ ഉള്ളൂ. ഗ്യാപ്പിൽ എങ്ങനെ വൃത്തിയോട് പറയാൻ ഉത്തമ ഉദാഹരണമാണ് ഉല്ലാസ്. എയറിൽ കയറാവുന്ന എന്തെങ്കിലും സാധനം പറയും സ്വന്തമായിട്ട്. അങ്ങനെയൊക്കെ ഇനി ചെയ്തുകൂടാന്നില്ല. നമ്മള് പല വഴികളിലൂടെയും സഞ്ചരിക്കും. അതെ. എന്നാലും പരമാവധി നമ്മൾ ഡീസൻസി കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത പരിപാടി പുതിയ അധ്യായത്തിലേക്ക്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാൻ പോകും. അതെ അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. അതെ, പുതിയ മുഖം, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ. ഹീറോ ഓർ സീറോ. അതെ അതെ, ഓൾഡ് സ്കൂൾ ബോയ്സ് ആളെണ്ണം കുറഞ്ഞ വെർഷൻ ഇറങ്ങുകയാണ്. അതെ അതെ, ആളെണ്ണം കുറഞ്ഞെന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ മൊത്തത്തിൽ ആളെണ്ണം കുറയുമെന്ന് വിചാരിക്കണ്ട. ഒരു മാസത്തില് ഭൂരിഭാഗം ഉള്ള വീഡിയോയിൽ കുറച്ച് ആൾക്കാരായിരിക്കും. ഇടയ്ക്ക് എല്ലാവരും ഉള്ള രീതിയിലും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ബാക്കിയുള്ളവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മള് കാണും, അവര് കാണും. അതെ, പക്ഷെ എന്നാലും കൺസ്റ്റന്റ് ആയിരിക്കും. ആളില്ല എന്ന് പറഞ്ഞ് ഇടാതിരിക്കൂല, അവരിടും. നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ഇറക്കും. ഇപ്പം സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് വീഡിയോസും ആയിരിക്കും. കുക്കിംഗ് തന്നെ ആവണമെന്നില്ല, ട്രാവല് തന്നെ ആവണമെന്നില്ല, പോഡ്കാസ്റ്റ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോ ഒരു സ്റ്റോറി, അല്ല ഇപ്പം നമ്മള് 3 പേരുമാണ് അവനെ ഈ സൈഡില്ല, ബ്ലാക്ക് ആക്കിയത്. അപ്പൊ നമ്മള് 3 പേരുമാണ് ഇപ്പോ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാം എന്ന് ഉദ്ദേശിക്കുന്നത്. അവൈലബിലിറ്റി കാരണമല്ല, ഇറങ്ങാം. അല്ല, നമ്മള് വെറുതെ ഇരിക്കുന്നു എന്ന് ചിലവർക്ക് വിചാരിക്കും. അങ്ങനെ അതുകൊണ്ടല്ല ഇറങ്ങുന്നത്, നമ്മൾ കമ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാ. അത് കമ്മിറ്റ്മെന്റ് ആണ്. കാര്യം ഇതൊരു എന്താ ഡു ഓർ ഡൈ ബാറ്റിൽ പോലെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇനി നമ്മുടെ പുതിയ ഓൾഡ് സ്കൂൾ ബോയ്സ് ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ലിമിറ്റേഷൻസും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. അപ്പോ നിങ്ങൾ കാണുക, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കുറച്ച് പേര് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ബോറായിരിക്കുമല്ലോ. ഇപ്പം നേരത്തെ ഇപ്പം എല്ലാരും പറയാറുണ്ട് ഇങ്ങനെ കുക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, ആ ഒരു ഇതാണ് ഇഷ്ടം, ആ ഒരു വൈബ്, ആ ഒരു കോമഡി, എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യുക, അത് തന്നെയാണ് നമുക്കും താല്പര്യമുള്ളത്. പക്ഷെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മള് വ്യത്യസ്തമായ രീതിയിൽ പ്രാക്ടിക്കലി നമുക്ക് പറ്റണ രീതിയിലുള്ള ഇതൊക്കെ ഇനി വരുള്ളൂ. അപ്പൊ അവര് ഇപ്പം അവർക്ക് അതാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം, അത് പാടായിരിക്കും. അതുകൊണ്ട് പോയി ഫ്രണ്ട്സിനെ നമ്മൾ നോക്കിയിട്ട് അപ്പുറത്ത് കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതേ ഉള്ളൂ. ഏതോ മാമാര് പിള്ളേരെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ട് അത് നമ്മൾ ചെയ്തില്ല. അല്ല, പുതിയ ആൾക്കാർക്കും ഓപ്പൺ ആണല്ലേ. അതെ അതെ, ഉണ്ട്. അങ്ങനെ സ്കൂൾ ബോയ്സിൽ കൊട്ടിയടച്ചിട്ടില്ല, ഓപ്പണാ. ചിലപ്പോ പുതിയ ആൾക്കാരും വന്നിരിക്കും, വരാൻ സാധ്യതയുണ്ട്. പുതിയ മെമ്പറൊക്കെ അപ്രന്റീസ് ആക്കും. പിന്നെ ഈ പറയുന്ന പോലെ എഡിറ്റിംഗിന് നമ്മൾ ആൾക്കാരെ തേടുന്നു. ആൾക്കാർ നിന്റെ മറ്റേ അന്ന് നമ്മള് ചെന്നൈ ട്രിപ്പ് പോയപ്പോ നമുക്ക് എഡിറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ട്രിപ്പിനിടയിൽ എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള പരിപാടിയായിരുന്നു. അതെ, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി അവ മുൻനിരയിലോട്ട് വരികയാണ്. അതെ, അത് മാത്രമല്ല, ഉല്ലാസിന്റെ മറ്റേ തലയൊക്കെ ഇതും അതും കൂടെ വെച്ചിട്ട് തലയൊക്കെ ഇതായി എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു തുടങ്ങി. തോന്നണ സാധനങ്ങൾ ഏറിക്കേറ്റുക, എന്നെ ഏറിക്കേറ്റുക, ഏറി തിരിച്ചിറക്കുക. അത് ജനുവിലേറായിരുന്നടാ, അത് കേരള ഞാൻ കണ്ട എടാ, എനിക്കത് ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയായിരുന്നു ഇത് ഏറി കയറുമെന്ന്. ഇത് ഞാൻ അറിയാമോ ഇവ ഇടുമെന്ന്. ബാപ്പൊക്കെ പറഞ്ഞു സോറി. ഞാൻ ഒരു എല്ലാത്തിനും കമന്റ് സോറി പറ്റിപ്പോയി, ഇവ അത് ലീക്കാക്കി, സോറി. ഇവന്റെ ഒരു ആംഗിളും കോണം അല്ല, അത് ഏത് വീഡിയോ മനസ്സിലായി കാണൂല. അതായത് ഇവൻ ഇങ്ങനെ ചാണകം ചവിട്ടും, ഒരു ദയനീയത കാണിക്കണമെന്ന് തോന്നി. അപ്പൊ ദയനീയത കാണിച്ചു, പക്ഷെ അതൊരു ഭേഷ്കത്തനല്ലേ. അതായത് ഇവൻ ചാണകം ചവിട്ടിയിട്ട്
യവനെ കൊണ്ട് തുടപ്പിക്കും. എടാ അല്ലാതെ അതിനെ പറഞ്ഞ ആൾക്കാരൊക്കെ മനസ്സിലാവോ? അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനിപ്പം നോക്കിയാൽ കിട്ടൂല. കട്ട് ചെയ്ത് നമ്മളും അങ്ങനെ ഇതിന്റെ ഭാഗമായി, കട്ട് ചെയ്ത് കളയുന്ന യൂണിവേഴ്സിന്റെ ഭാഗമായി. കമന്റ്സ് ഒക്കെ അതിലുണ്ട്. ഇതാണ് സംഭവം. അപ്പം അതുപോലെ തന്നെ ചിലപ്പോൾ ഇനി ലൊക്കേഷൻ മാറാൻ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. കാര്യം ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റി കുറവാണ്. കുറെ നേരം പറമ്പില് വെയിലും മഴയും കൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് നമ്മളൊരു സ്പേസ് നോക്കിയിട്ട് അപ്പൊ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് തോന്നും. നമ്മളുടെ ഒരു സ്റ്റുഡിയോ പണ്ട് ഇന്റർലെസ് പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോഴേ ആ സ്റ്റുഡിയോയോടുകൂടെ അല്ലേ അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും പോയിരിക്കാം, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാം, പറയാം, സംസാരിക്കാം. നമ്മളെപ്പോഴും അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാനും കുറവാണ്. അല്ല, ഇവിടെ വന്ന് ഇരിക്കാനും തോന്നൂല ഉച്ചക്കൊന്നും. ഭയങ്കര വെയിലാണ്, വെയിലും ചൂടും. പിന്നെ അതിനകമാണെങ്കിൽ ഫുള്ള് കാടും കയറി പറ്റിയ ഒരു ഇതുപോലെ കിടക്കുകയാണ്. ഇവിടെ വന്ന് ഇരിക്കാനേ തോന്നൂലെന്ന് പറയും പോലെ. അങ്ങനെയല്ലടാ, ഒരു നല്ലൊരു നൈസ് സ്റ്റുഡിയോ ഉള്ളതുണ്ടെങ്കിൽ, നൈസ് സ്റ്റുഡിയോ ആണോന്നില്ല, ഒരു സ്പേസ് അല്ലാതെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാൻ ഒരു ഓഫീസ് സ്പേസ് പോലെ നമുക്ക് വന്നിരുന്ന് ഡിസ്കസ് ചെയ്യാനും. ഇനിയിപ്പോ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകളോ അങ്ങനെയൊക്കെ പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വല്ല ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ, അത് സത്യം പറഞ്ഞ ഇവിടെ ഇരുന്ന് നമുക്ക് കാശില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസേ അല്ല. അല്ല, ഒരു ഗസ്റ്റ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് അവർക്ക് വെൽക്കം ചെയ്യാനും ഒരു സ്പേസ് അത്യാവശ്യമാണ്. ഇവിടെ കൊണ്ടുവന്ന് പറമ്പിലൊക്കെ കൊണ്ടിരുത്തി ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞാൽ വെറുപ്പിക്കണ്ടല്ലോ, തോന്നൂലേ? അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മളൊരു ലൊക്കേഷൻ, ഒരു സ്പേസ് തപ്പുന്നു. അതിനെ നമ്മളൊരു ഓഫീസ് ആക്കി മാറ്റുന്നു. അതെ അതെ, അതൊക്കെ വ്ലോഗായിട്ട് നിങ്ങൾക്ക് ചിലപ്പോ കാണാൻ സാധ്യത. അവിടെ ഹൗസ് ഓണർ സമ്മതിക്കുകയാണെങ്കിൽ ഓരോ വീട് നമ്മൾ കവർ ചെയ്യുന്നതാണ്, ടൂർ തരും. ലൊക്കേഷൻ ഹണ്ട് അങ്ങനെ ഹണ്ട് ചെയ്ത് ഒരു ഓഫീസൊക്കെ സെറ്റ് ചെയ്ത്. നിങ്ങൾക്കും അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ഏരിയയില് പ്രത്യേകിച്ച് ശ്രീകാര്യം, പോത്തൻകോട് ആ ഒരു ഏരിയയിലൊക്കെ, കാര്യവട്ടം, ചേങ്കോട്ടോണം, ശാസ്തവട്ടം ആ ഏരിയയില് കുറച്ചുകൂടെ നമ്മള് പ്രിഫർ ചെയ്യണം. കാരണം എല്ലാവർക്കും ആക്സസ് എളുപ്പമാണ്. അതാ, പിന്നെ ഇവിടെ ആണെങ്കിലും കുഴപ്പമില്ല. വെട്രോഡ് ചന്തകളായാലും കുഴപ്പമില്ല. കരി വരുന്നല്ലേ കുറച്ച് നാള്. ഇനി വേണ്ട. അങ്ങനെയുള്ള ലൊക്കേഷനിലാണ് നമ്മളിപ്പോ സ്പോട്ട് നോക്കുന്നത്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം, DM ചെയ്യുക. വാടക കൃത്യമായിരിക്കും. പിന്നെ നമ്മൾ അത്ര ബാച്ചിലേഴ്സ് ആണെങ്കിലും നല്ല പയ്യന്മാരാ. അതെ, മോശക്കാരല്ല, വിശ്വസിച്ച് തരാം. ഈ പിഞ്ച് മുഖത്തേക്ക് നോക്കൂ. വിശ്വസ്തയോടെ. അപ്പൊ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഒരു നല്ലൊരു ലൊക്കേഷൻ തപ്പുകയാണ്. അപ്പൊ ലൊക്കേഷൻ തപ്പിട്ട് നമ്മൾ തന്നെ ചിലപ്പം സ്റ്റുഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഓൾഡ് സ്കൂൾ ബോയ്സിനെ പൊക്കിക്കൊണ്ടുവരാൻ നോക്കുകയാണ്. അതെ, പിന്നെ നമുക്ക് എഡിറ്റർ അത് വിട്ടുപോയി. അത് പറഞ്ഞ് അപ്പൊ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ നമ്മളെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഫ്രീലാൻസ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഒന്ന്. കാരണം ഇതിപ്പം ഒറ്റ വ്ളോഗ് ആയിട്ടായിരിക്കുമല്ലോ, കുറച്ച് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പൊ അത് കുറച്ചൊരു നല്ല പണിയാണ്. കാരണം നമ്മൾ ചെന്നൈ പോയ ഒരു ഇതല്ലേ, ആ ഒരു സീരീസ് പോലെ ഡെയിലി വ്ളോഗോ അങ്ങനെ ചിലപ്പോ സ്റ്റോറി ആണെങ്കിൽ ചിലപ്പോ പ്രൊലോങ് ആയിട്ട് കാണും. സീരീസ് തന്നെ ആയിരിക്കും. അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം. അതെല്ലാം കൂടെ ഉല്ലാസിന് ചെയ്യാൻ പറ്റൂല. കാരണം ഉല്ലാസ് ഇപ്പൊ നമ്മളെ വീഡിയോക്ക് വേണ്ടിട്ട് വരുന്നത് കൊണ്ട് അതിനുള്ള ഒരു ഉല്ലാസ് വീഡിയോയിലും കൂടെ സജീവമാണ്. എഡിറ്റർ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നില്ലല്ലോ. അപ്പോഴേ അല്ല, നിങ്ങൾക്കും ഫ്യൂച്ചറിൽ ക്യാമറ ഫ്രണ്ടിൽ വരാം. ഇപ്പൊ തുടങ്ങിയിട്ട് അല്ലേ, കാര്യം വരുത്തും നമ്മൾ. ആള് കുറയുമ്പോ നിങ്ങളെ നമ്മൾ വരുത്തും. ഇതിലും കുറയുകയാണെങ്കിൽ എല്ലാം കഴിയുമ്പോ ദാസു ചേട്ടന്റെ ഫാമിലി വ്ളോഗായി മാറും. അതെന്തൊരു കല്യാണമൊക്കെ കഴിച്ച് ഹായ് ഗായ്സ്. അന്നേരം നിങ്ങൾക്ക് എന്താ ഫാമിലി ഒന്നും ഇല്ലേ? അല്ല, ഞാൻ ഇടയ്ക്ക് ഫാമിലി കണ്ടായിരുന്നു. അത് പിന്നെ അഖിൽദാസിന്റെ ഫാമിലി വ്ളോഗാണ്. എന്റെ പേഴ്സണൽ ചാനൽ ഉണ്ട്, അത് ഫോളോ ചെയ്യുക. ഭാവിയിൽ ചിലപ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്ററിനെ തപ്പുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ. അപ്പോഴും നിങ്ങൾക്ക് ഓൾഡ് സ്കൂൾ ബോയ്സിന് വേണ്ടി എഡിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ
ഇവിടെ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളെ CV അല്ല, ഒരു CV അല്ല. പോർട്ട്ഫോളിയോ പോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിന്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും വീഡിയോയുടെ എന്തെങ്കിലും ലിങ്ക് അയച്ചു അത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫുട്ടേജ് കുറച്ച് തരും, റഷസ് തരും. അത് അങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടി തരും. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ് നല്ലതെന്ന് നോക്കി നമ്മൾ ഒരാളെ എടുക്കും. അതെ, നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടി തരിക. അതെ, കോൺടാക്ട് നമ്പറും കൂടെ തരാം. പിന്നെ ലൊക്കേഷൻ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമായിരിക്കും. അതെ അല്ലേ? അതെ, ഇല്ലാതെ അക്കോമഡേഷൻ സാലറി പറയണോ? സാലറി അത് നമുക്ക് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കാം. നമ്മള് വളരെ കുറവൊന്നും ആയിരിക്കില്ല അല്ലേ? ഇല്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേ ആയിരിക്കും. നമുക്കൊക്കെ നല്ല സാലറി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒട്ടും കുറയ്ക്കാൻ നമ്മൾ കുറയ്ക്കേണ്ടി വരില്ല. അപ്പൊ അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആലോചിച്ച് വെക്കുന്നത്. സ്പേസ് എഡിറ്റർ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയൂ അല്ലേ? നിങ്ങളുടെ ഇൻപുട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? അവരുടെ അഭിപ്രായം അറിയാലോ. നിങ്ങളെ കമന്റ് കുറച്ച് കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതെ, നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണ്. യൂട്യൂബ് മാർക്കറ്റിലേക്ക്. കാരണം നമ്മള് പണ്ടൊരു സ്ട്രെസ് ബസ്റ്റർ നമ്മളൊരു ഹോബി പോലെ ആയിരുന്നു ഇട്ടോണ്ടിരുന്നത്. അപ്പൊ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അല്ലേ? സീരിയസ് ആയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് അതെ സീരിയസ്നെസ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതിൻ്റെതായ സീരിയസ്നെസ്സിൽ നമ്മള് എന്റർടൈൻമെന്റ് വീഡിയോസ്. അതെ, നമ്മൾ എന്റർടൈൻമെന്റ് ആണ് നമ്മളെ ഫേവറേറ്റ് ജോണർ. അതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ വളരെ കുറവ്. റെഗുലർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവര് മിക്കവരും കോമഡി ഉള്ള വീഡിയോ അല്ല, ഫാമിലി വ്ളോഗ്സ് ആണ് ഞാൻ കൂടുതൽ കണ്ടത്. വേറെ ഒന്നുമില്ല, അവരുടെ തന്നെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ ഡ്രാമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. കോമ്പറ്റീഷൻ കുറവാണ് എന്റർടൈൻമെന്റ് അല്ലേ? കോമ്പറ്റീഷൻ കുറവാണ്. ഈ കോമഡി അങ്ങനത്തെ വ്ളോഗുകൾ ആൾക്കാരും ചിലപ്പോ കുറവായിരിക്കണം. ഇവിടെ നോക്കണം. ഇപ്പൊ റെഗുലർ ആയിട്ട് അങ്ങനെ കാണുന്നവരില്ലല്ലോ. എല്ലാരും ഒരു ഡ്രാമ ഒക്കെ കാണുന്ന ഫീലാണല്ലോ കാണുന്നത്. അതില് ഒരു എന്റർടൈൻമെന്റ് സാധനം കൊണ്ടുവരാന്ന് പറയുമ്പോ ടഫാണ്, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കും. ഇടയ്ക്ക് നമ്മൾ ലൈവ് സ്ട്രീം വരും അല്ലേ? ലൈവ് സ്ട്രീം ട്രൈ ചെയ്യാം. IRL പോലെയൊക്കെ വേണമെങ്കിൽ പോവാം. ട്രൈ ചെയ്യാം. പിന്നെ ചലഞ്ചസ്, അതുപോലെ പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ സീരീസുകൾ. നമ്മൾ മറ്റേ അന്ന് ഇതൊക്കെ എടുത്തില്ലേ, റീലൊക്കെ എടുത്തില്ലേ, ഇത് ചോട്ടാമ്പയിലെ റീല് പോലെ ചിലപ്പോ അഭിനയിക്കും. ചെറിയ ചെറിയ കഥ ഒരു സീരീസ് ആയിട്ട് ഇരുന്ന് അഭിനയിക്കും. എല്ലാം നിങ്ങൾ കാണേണ്ടി വരും. എല്ലാം കാണിക്കും. അപ്പോ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്. വർക്ക്ഔട്ട് ആക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അതെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ 2 ഹെൽപ്പാണ് വേണ്ടത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹണ്ടിങ്ങിന് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിലോ നിങ്ങളുടെ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും നല്ലൊരു ഇൻഡിപെൻഡന്റ് ഹൗസ് കൊടുക്കാനുണ്ടെങ്കിൽ, മീൻസ് റെന്റിന് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആണ്. അതിന്റെ ഒരു കോൺടാക്ട് നമ്മൾ നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിന്റെ കാര്യം. ഇപ്പൊ നല്ല എഡിറ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഇതിലോട്ട് മെയിൽ അയക്കുക. അപ്പം അത് രണ്ടുമാണ് നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട ഹെൽപ്പ്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ഇതിലോട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കും. യെസ്, അതാണ് നമ്മുടെ പുതിയ മോട്ടോ, ബി കൺസിസ്റ്റന്റ്. യെസ്, റീലോഞ്ച്ഡ് ഓൾഡ് സ്കൂൾ ബോയ്സ് 2.0. 3.0 ഇനി അങ്ങനത്തെ മറ്റേ ഇതൊന്നും ഇല്ല, അല്ലാണ്ട് അവകാശവാദങ്ങളൊന്നും നമുക്കില്ല. ഇല്ല. നമ്മൾ ട്രൈ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. അതിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യും കണ്ടന്റ്സ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു സാധനം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതിനനുസരിച്ചിട്ട് ആ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ ഒരു സാധനം ഒരു മാസം ഇടുമ്പോൾ നമ്മൾ ആ പാറ്റേൺ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, എന്താണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത്, റീച്ച് കൂടുതൽ കിട്ടണം, ആ എൻഗേജ്മെന്റ് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ അങ്ങ് റിപ്പീറ്റ് ചെയ്യും. ഇത് മോറോവർ നമുക്കൊരു ചലഞ്ചാണ്. റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക എന്ന് പറയുന്നത് നമുക്കൊരു ചലഞ്ച് സാധനമാണ്. അപ്പൊ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഈ ജോണർ ചെയ്യുള്ളൂ, ഈ സാധനം അങ്ങനെ നമ്മൾ പറയുന്നില്ല, അല്ല അവകാശപ്പെടുന്നില്ല. നമ്മളപ്പോ ഒരു റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടുക, ഒരു കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് നമ്മളൊരു മോട്ടോ. ഒരു നമ്പർ നമ്മളത് മനസ്സിലിങ്ങനെ ഉണ്ട്, അത് നമ്മൾ എന്തായാലും പറയാം. അപ്പോൾ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ നമ്മൾ ഓൾഡ് സ്കൂൾ ബോയ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. ടാറ്റാ, ബൈ.